യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ കൂടുതലും യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വയനാട്ടിലോട്ടും ഇടുക്കിയിലേക്കും വാഗമണ്ണിലോട്ടും ഒക്കെയാണ്, മൂന്നാറൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കൊരു യാത്ര ചെയ്തിരുന്നു വാഗമണ്ണും ഇടുക്കിയും. അപ്പോൾ വാഗമണ്ണും ഇടുക്കിയിലെയും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അവിടേക്ക് എങ്ങനെ പോകാം, അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെ പോയാൽ നമുക്കതെല്ലാം കണ്ടുവരാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് ഏതെല്ലാം സന്ദർശിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. വാഗമണ്ണിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഞാൻ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു എത്തിനോട്ടം കണ്ടുപോകാം. വാഗമണ്ണിൽ ഞങ്ങൾ ഫസ്റ്റ് പോയതേ മൊട്ടക്കുന്നുകൾ കാണാനായിട്ടാണ്. ഈ മൊട്ടക്കുന്നുകൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ തങ്ങൾപ്പാറ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഞങ്ങൾ തങ്ങൾപ്പാറ വ്യൂ പോയിന്റിലോട്ട് പോയില്ല, കാരണം വേറൊന്നുമല്ല, അങ്ങോട്ടുള്ള റോഡ് അന്ന് മോശമായിരുന്നു, പണി നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ മൊട്ടക്കുന്നുകളിലോട്ടാണ് പോയത്. നല്ല കിടില സ്പോട്ടാണ് വാഗമണ്ണിലെ മൊട്ടക്കുന്നുകൾ. സിനിമ സംവിധായകരുടെയും നായകന്മാരുടെയൊക്കെ ഇഷ്ട സ്ഥലമാണ് ഈ മൊട്ടക്കുന്നുകൾ. ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. മൊട്ടക്കുന്നുകൾ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയതേ പൈൻ ഫോറസ്റ്റിലോട്ടാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെയാണ് ഈ പൈൻ ഫോറസ്റ്റ്. ഇടുക്കിയും കൊടൈക്കനാലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അടിപൊളി പൈൻ ഫോറസ്റ്റാണ് നമ്മുടെ വാഗമണ്ണിലുള്ളത്. ഫോട്ടോഷൂട്ടിനും അതേപോലെ തന്നെ സേവ് ദ ഡേറ്റ്, അതേപോലെ തന്നെ നല്ല അടിപൊളി റീലുകൾ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ് ഈ പൈൻ ഫോറസ്റ്റ്. നമുക്ക് എത്ര വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ ചൂടൊന്നും അറിയില്ല. ഇതിലൂടെ എത്ര നടന്നാലും മടുക്കത്തുമില്ല. അങ്ങനെയുള്ളൊരു അടിപൊളി സ്പോട്ടാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയതേ വാഗമണിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമൺ വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ്. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ട്. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ വ്യൂ പോയിന്റിലോട്ട് പോകാം. വ്യൂ പോയിന്റിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുന്നാണ് ഈ ഫ്ലവർ ഗാർഡൻ ഉള്ളത്. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ ഇതിനുള്ളിലോട്ട് കയറിയിട്ടില്ല കേട്ടോ. ഇത് കയറിയിട്ട് നമുക്ക് നേരെ വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ടും പറ്റും. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് വ്യൂ പോയിൻറ്റും. ഇടുക്കിയിലെ വാഗമണ്ണിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നാണ് ഇത്. ഇവിടെ തന്നെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഞങ്ങൾ പോയതിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വർക്കിംഗ് അല്ലായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണിത്. അതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചർ ഗെയിമുകളും ഇവിടെയുണ്ട്. കിടിലൻ സ്പോട്ടാണ്. വാഗമണ്ണിലേക്ക് നമ്മൾ പോകുമ്പോൾ മാക്സിമം നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ് നല്ലത്. എങ്കിലാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ഒരേ റൂട്ടിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏലപ്പാറ വഴി പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. ഇടുക്കിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് പരുന്തുംപാറ. അടിപൊളി സ്ഥലമാണ്. ഏലപ്പാറയിലൂടെയുള്ള ആ വഴിയും നല്ല കിടിലൻ വഴിയാണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇടുക്കിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ പരുന്തുംപാറ. കിടില സ്ഥലമാണ്. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ വാഗമണ്ണും ഈ പരുന്തുംപാറ വരെ. കിടിലൻ കാറ്റാണ്. എവിടെ നിന്നാലും കാറ്റില്ല. നല്ല വെയിലുണ്ടേ. അറിയുന്നില്ല. ഇങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാലേ നമ്മൾ വന്നത് വാഗമണ്ണിൽ നിന്നാണ്. വേലപ്പാറ വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. കിടിലൻ യാത്രയായിരുന്നു കേട്ടോ. വാഗമണ്ണിലെ എല്ലാ സ്ഥലങ്ങളും അതുപോലെ തന്നെ പരുന്തുംപാറ വരെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് യാത്ര ചെയ്തത്. നിങ്ങൾക്കും അത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേന് നമുക്ക് രാമക്കൽമേട് കണ്ടു തീർക്കാനായിട്ട് കഴിയും.
വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ കേട്ടോ, ബസ്സിന് പോകുകയാണെങ്കിലല്ല, നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ പരുന്തുംപാറ വരെയുള്ള സ്ഥലങ്ങൾ. പിന്നെ കുറച്ച് ലാഗായിരുന്നു നമ്മുടെ യാത്രകൾ. നമുക്ക് ഇവിടെ നിന്നും നേരെ പോകേണ്ടതേ ഇടുക്കിയിലാണ്. തേക്കടിയും അതുപോലെ തന്നെ കമ്പം മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ നേരെ വിട്ടേക്കുന്നത് തേക്കടി കാണാനാണ്. അപ്പം നമുക്ക് തേക്കടി കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ കമ്പംമേട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസം പോയതേ രാമക്കൽമേട് കാണാനാണ്. അപ്പോൾ രാമക്കൽമേടിൽ കിടിലൻ കാഴ്ചകളുണ്ട്, കൂടെ ഒരു സാഹസിക യാത്രയൊക്കെ ഉണ്ട്, ആമപ്പാറ, അതുപോലെ തന്നെ അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിറ്റേ ദിവസം കാണാൻ പറ്റിയതാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമുക്ക് രാമക്കൽമേടിലെയും അതുപോലെ തന്നെ ആമപ്പാറയിലെയും ആ വ്യൂ പോയിന്റിലെയൊക്കെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമപ്പാറയിലേക്കാണ്. വലിയൊരു സാഹസിക യാത്രയുടെ ഭാഗമാണ് ഈ ആമപ്പാറയിലോട്ടുള്ള യാത്ര. കിടിലൻ കാറ്റാണ് ഇവിടെ എവിടേക്കും തിരിഞ്ഞാലും. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഇത് നമ്മുടെ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിനോട് ചേർന്നുള്ള ബോട്ട് സർവീസൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതും. ഇത് അഡ്വഞ്ചർ പാർക്കിനോട് ചേർന്നുള്ള സ്ഥലമാണ്, കിടില സ്ഥലമാണ്. നമുക്കൊരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഇവിടെയും കറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ രാമക്കൽമേട്ടിലെത്തി. സാഹസിക യാത്ര കഴിഞ്ഞ് പുറത്തു വന്നാൽ ഈ കുറവൻകുറുത്തി വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയും നല്ല കിടിലൻ കാറ്റാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. അത് നമുക്ക് സന്ദർശിച്ചിട്ട് മടങ്ങാം. ഇടുക്കിയിൽ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാഴ്ചകൾ കാണാണ്ട്. ഞാൻ പോയ സഞ്ചരിച്ച യാത്രകളിലെ ആ ഒരു വിവരണമാണ് നിങ്ങൾക്ക് നൽകിയത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ മറക്കണ്ട, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ഒന്നിച്ചല്ലോ വന്നാൽ, എന്നിട്ട് നിങ്ങളോട് പോയി നോക്കിയാ ആ രാമക്കൽമേട്ടിലെ ഒരു സാഹസിക യാത്ര, അതാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളോടി നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ. നിങ്ങൾ രാമക്കൽമേട് പോവുകയാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. ഇതാണ് ആമപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊക്കെ അവിടുത്തെ ഒരു കിടിലൻ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്നവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ആമപ്പാറ. അതുപോലെ തന്നെ ഇതാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ്. രാമക്കൽമേട്ടിലെ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐക്കാർഡൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ. ഒരുപാട് കാണാനുണ്ട്, നല്ല കാഴ്ചകളുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ മറക്കണ്ട. ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് വാഗമണ്ണിലും ഇടുക്കിയിലും കാണാനായിട്ട്. ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ ഈ കുറഞ്ഞ സ്ഥലം മാത്രം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചത്. അതുപോലെ കമ്പംമേട് മുന്തിരിത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് തേക്കടി കാണാം, പെരിയാർ കടുവ സങ്കേതം കാണാം, കുമളി, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും പോകാൻ നമുക്ക് രാത്രി ആയതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ രാമക്കൽമേട്ടിലോട്ട് പിടിക്കാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാത്രയിൽ ആഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. 2 ദിവസം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. വാഗമൺ ഇടുക്കി യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നമ്മുടെ മറ്റൊരു കിടിലും കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.